സർ, ഇന്ത്യ റഷ്യയിൽ നിന്ന് R-37 മിസൈലുകൾ വാങ്ങുന്നു എന്ന് പറയുന്നു. ഇത് ഏറ്റവും അധികം ദൂരം ആകാശപരിധിയുള്ള മിസൈലുകളാണെന്ന് പറയുന്നു. എന്താണ് ഈ R-37 യുദ്ധവിമാനങ്ങളുടെ പ്രത്യേകത? പിന്നെ ഇങ്ങനൊരു തീരുമാനം ഇന്ത്യക്ക് എത്ര മേൽക്കൈ നേടിക്കൊടുക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് ദക്ഷിണേഷ്യയിലെ മറ്റ് രാജ്യങ്ങളുടെ മേൽ? എയർ ടു എയർ മിസൈലുകളുടെ കാര്യത്തിൽ ലോകത്തിൽ ഏറ്റവും അധികം റേഞ്ചുള്ള മിസൈലാണ് R-37. അത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി പെടുന്നതാണ്. ഇതിന്റെ ദൂരപരിധി 300 കിലോമീറ്ററോളമാണ്. രണ്ടാം സ്ഥാനത്തുള്ള മെറ്റിയോറും അതുപോലെ ചൈനയുടെ PL-15 ഒക്കെ 150 മുതൽ 200 കിലോമീറ്റർ വരെ മാത്രം ദൂരപരിധിയുള്ള മിസൈലുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു R-37 മിസൈൽ നമ്മൾ ഒരു ശത്രു വിമാനത്തിന് നേരെ പ്രയോഗിച്ചാൽ ആ വിമാനത്തിന് രക്ഷപ്പെടാൻ ഈ 300 ഒരു 270-250 കിലോമീറ്ററിന് അടുപ്പിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിമാനത്തിന് രക്ഷപ്പെടാൻ സാധ്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷങ്ങളിൽ, ചൈനയുമായിട്ടുള്ള സംഘർഷത്തിലാണെങ്കിലും വളരെ വ്യക്തമായ മേൽക്കൈ ഇന്ത്യക്ക്. ശരിക്കും പറഞ്ഞാല് ഈ R-37 പോലൊരു മിസൈൽ ഇന്ന് US യഥാർത്ഥത്തിൽ ഈ എയർ ടു എയർ മിസൈലുകളുടെ കാര്യത്തിൽ US പിറകിലാണ്. ചൈനയും റഷ്യയുമാണ് മുമ്പിൽ. ഇന്ത്യയും തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇന്ത്യയുടെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത അസ്ത്ര മിസൈൽ അസ്ത്ര-1, 2, അസ്ത്ര-2 ഏതാണ്ട് 150 കിലോമീറ്റർ തൊട്ട് 200 കിലോമീറ്റർ വരെയുള്ള ഒരു റേഞ്ച് ഉണ്ട്. അസ്ത്ര-3 കൂടി നമ്മൾ അസ്ത്ര-3 എന്ന മിസൈൽ നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ അത് അതിന്റെ പരീക്ഷണങ്ങൾ തുടങ്ങും. അതായത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ടെസ്റ്റിംഗ് ഫേസിലോട്ട് 2026 ഒടുവിൽ അത് എത്തുമെന്നാണ് കരുതുന്നത്. അപ്പോ അത് ഈ പറയുന്ന മെറ്റിയോറിനോ അല്ലെങ്കിൽ R-37 ഒക്കെ ഉള്ള അതേ റേഞ്ച് 100 കിലോമീറ്റർ എന്ന് പറയുന്ന റേഞ്ചിലേക്ക് അത് മെറ്റിയോറിനേക്കാൾ ഒരല്പം മെച്ചപ്പെട്ടത്. അമേരിക്ക ഇപ്പൊ തൽക്കാലം അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും മികച്ച മിസൈൽ തന്നെ ആംറാം എന്ന് പറഞ്ഞ മിസൈൽ. ആ ആംറാം മിസൈല് അമേരിക്കയ്ക്ക് അത് പോരാ എന്ന് തോന്നിയിട്ട് ഈ യൂറോപ്പ്, അതായത് ഫ്രാൻസിന്റെ മെറ്റിയോർ മിസൈൽ അമേരിക്ക സ്വന്തം വിമാനങ്ങളിൽ F-35 F-22 റാപ്റ്ററിലും ഘടിപ്പിക്കാൻ പോവാണ്. അപ്പോ നമുക്ക് മനസ്സിലാകാമല്ലോ ഈ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലിന്റെ പ്രസക്തി എന്താണ്. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ കൈവശമുള്ള വ്യോമസേനകൾക്ക് അത് കൊടുക്കുന്ന ആത്മവിശ്വാസവും മേൽക്കൈയും എത്രയാണെന്ന്. പഴയ കാലത്തൊക്കെ യുദ്ധവിമാനങ്ങൾ ഏർപ്പെട്ടിരുന്ന ഡോഗ് ഫൈറ്റ് എന്ന് പറയുന്ന, അതായത് 2 വിമാനങ്ങൾ അടുത്ത് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പീരങ്കി കൊണ്ട് വെടിവെക്കുക, അതൊരു 20-25 കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്നുകൊണ്ടാണ്. അപ്പം ഒരു വിമാനത്തിൽ നിന്ന് വെടിയുണ്ടകളെ തലകുത്തി മറിഞ്ഞ് അത് രക്ഷപ്പെടാൻ നോക്കുക. രണ്ട് കടിപിടി കൂടുന്ന 2 മൃഗങ്ങളെ പോലെ ആകാശത്തിൽ വെച്ച് നടക്കുന്ന ഒരു യുദ്ധമാണ്. അങ്ങനെയായിരുന്നു അത്. പലപ്പോഴും പഴയ കാലത്തൊക്കെ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ഈ 2 വിമാനങ്ങൾ ആകാശത്തിൽ വെച്ച് നടത്തുന്ന യുദ്ധങ്ങൾ ഫോട്ടോഗ്രാഫർമാരൊക്കെ അങ്ങനെ ഫോട്ടോ എടുക്കുക വരെ ചെയ്തു. പക്ഷെ ആ കാലമൊക്കെ ഇന്ന് ഈ പരസ്പരം ആക്രമിക്കുന്ന 2 വിമാനങ്ങളും കാഴ്ചയുടെ പരിധിക്കൊക്കെ അപ്പുറമായിരിക്കും. ഏറ്റവും കുറഞ്ഞത് ഇപ്പോഴത്തെ നമ്മുടെ കൈവശമുള്ള അസ്ത്ര-1 പോലും, ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത അസ്ത്ര-1 പോലും 110-120 കിലോമീറ്റർ ഒക്കെ റേഞ്ച് ഉണ്ട്. പാകിസ്ഥാന്റെ കൈവശമുള്ള അമേരിക്കയുടെ ആംറാമിനും ഉണ്ട് 120 കിലോമീറ്റർ. അപ്പം ഇത്തരം മിസൈലുകള്, അതുപോലെ ഇസ്രായേലിന്റെ ഡെർബി എന്നൊക്കെ പറയുന്ന ഇപ്പം 50 കിലോമീറ്റർ തൊട്ട് മുകളിലോട്ട് റേഞ്ച് ഉള്ള നിരവധി തരത്തിലുള്ള എയർ ടു എയർ മിസൈലുകൾ ഇപ്പൊ എല്ലാ വിമാനങ്ങളിലും ഘടിപ്പിച്ചിട്ടുണ്ട്. യുദ്ധവിമാനങ്ങൾ അങ്ങനെ ഇത് യുടെ സഹായത്തോടു കൂടി എതിരാളിയെ ലൊക്കേറ്റ് ചെയ്ത് എയർ ടു എയർ മിസൈലുകൾ വിക്ഷേപിച്ചാണ് ഈ ഡോഗ് ഫൈറ്റിംഗ് ഇപ്പൊ നടത്തുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധവിമാനങ്ങളുടെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു വളർച്ചയാണ് ഈ എയർ ടു എയർ മിസൈലുകൾ വന്നതിന് ശേഷം ഉണ്ടായത്. വിമാനങ്ങളുടെ പോരാട്ടം, ഏവിയേഷൻ രംഗം അതീവ വ്യത്യസ്തമാണ്. കാരണം
ഇലക്ട്രോണിക് വാർഫെയർ, ഈ പറയുന്ന ലോങ് റേഞ്ച് സ്റ്റാൻഡ് ഓഫ് വെപ്പൺസ്, ഇത് രണ്ടുമാണ് ഇന്ന് യുദ്ധങ്ങളെ, എതിരാളികളെ സ്പൂഫിങ് കൊണ്ടും ജാമിങ് കൊണ്ടും പലതരത്തിലുള്ള കൺഫ്യൂഷനിലേക്ക് എതിരാളിയുടെ റഡാറിനെ എത്തിക്കുകയും അങ്ങനെ എതിരാളി സ്വയം തെറ്റുവരുത്തിയിട്ട് തകർന്നു വീഴുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. അതല്ലെങ്കിൽ സ്റ്റാൻഡ് ഓഫ് വെപ്പൺസ് എന്ന് പറയുന്ന 100-200 കിലോമീറ്റർ അപ്പുറത്ത് നിന്നിട്ട് എതിരാളിയുടെ വിമാനത്തെ ആക്രമിക്കുന്നു. ഇപ്പം പാകിസ്ഥാന്റെ ലാഹോർ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയരുന്ന ഒരു F-16 തകർക്കാൻ ഇന്ത്യയുടെ വിമാനം അവിടെ ചെല്ലണമെന്നില്ല. അമൃത്സറിന് മുകളിൽ പറന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ അതിർത്തിയില് പറന്നുകൊണ്ടിരിക്കുന്ന ജലന്ധറിലോ ഭട്ടിന്ദയിലോ ഒക്കെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിൽ നിന്ന് എയർ ടു എയർ മിസൈൽ അങ്ങോട്ട് പാകിസ്ഥാന്റെ വിമാനത്തെ പറന്നു പൊങ്ങി ആ വിമാനത്താവളത്തിന് മുകളിൽ വെച്ച് തന്നെ നശിപ്പിക്കുക. അവർക്ക് നീങ്ങാൻ പോലുള്ള ഒരു സാഹചര്യം. ഇപ്പം ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറില് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ദീർഘദൂര കില്ല് ഇന്ത്യ നടത്തി. അതായത് നമ്മുടെ S-400 സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിച്ച് 100 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് പറന്നുയരുന്ന ഒരു പാകിസ്ഥാന്റെ F-16 വിമാനത്തെ തകർത്തു. അപ്പൊ യുദ്ധങ്ങളുടെ കാലം മാറിയിരിക്കണം. അപ്പം ഇന്ത്യ ഇത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അടിയന്തിരമായിട്ടും R-37 മിസൈലുകൾ ഓർഡർ. ഇത് ഒരു കൊല്ലത്തിനുള്ളിൽ ഇന്ത്യക്ക് കിട്ടി തുടങ്ങും. അതായത് 2026 ഏതാണ്ട് ഒരു ഒക്ടോബർ നവംബറിൽ ആദ്യ ഡെലിവറി വരും. ഇതിന്റെ ഒരു ഗുണം, ഇത് ശരിക്കും പറഞ്ഞാല് Su-57 വേണ്ടിയാണ് അവർ നിർമ്മിച്ചതെങ്കിലും നമ്മുടെ കൈവശമുള്ള Su-30 ഇത് ഘടിപ്പിക്കാം, കുഴപ്പമില്ല. പെർഫെക്റ്റ്ലി ഫിറ്റിംഗ് ആണ്. അങ്ങനെ Su-30 MKIലോട്ടായിരിക്കും ഇത് ആദ്യമായിട്ട് മിസൈലുകൾ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടാം. അത് മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഭാവിയിൽ Su-57 വാങ്ങിക്കുന്നത് അതിനോടൊപ്പം. ഇപ്പോൾ ഇന്ത്യയുടെ കൈവശം റഫാലുകളോടൊപ്പം ഉള്ളത് മെറ്റിയോർ മിസൈൽ. ആ മെറ്റിയോർ മിസൈലും R-37 കൂടി ഇന്ത്യയുടെ കൈവശം. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ആക്രമണ പ്രതിരോധ ശേഷികളൊക്കെ തന്നെ വലിയ വ്യത്യാസത്തിലേക്ക് അത് എത്തുന്ന ഒരു സമയമാകാൻ പോവുകയാണ്. പാകിസ്ഥാന് നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാന് ഏറ്റവും ആധുനിക യുദ്ധവിമാനങ്ങൾ നൽകാൻ ചൈന അതീവ താല്പര്യം പ്രകടിപ്പിക്കും. സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതില് ഇന്ത്യക്ക് ആ ഒരു കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് R-37 പോലുള്ള ഒരു അത്യന്താധുനിക ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ ഇന്ത്യയുടെ കൈവശം വരുമ്പോഴേ നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിച്ച് നമ്മൾക്ക് ഒരു മേൽക്കൈ ദക്ഷിണേഷ്യയിൽ ഉണ്ടാവും. അതായത് ദക്ഷിണേഷ്യയിലെ ഒരു പവർ ഇക്വിലിബ്രിയത്തിൽ ചൈന ആയിക്കോ അതല്ലെങ്കിൽ പാകിസ്ഥാനോ ഒന്നും തന്നെ ഈ ഇന്ത്യയെ മറികടക്കാൻ R-37 മിസൈലുള്ള ഇന്ത്യയെ മറികടക്കാൻ പറ്റുന്നത്. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് നമുക്ക് നൽകുന്ന മേൽക്കൈ. വരും ദിവസങ്ങളിൽ ഇതിന്റെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പറയുമ്പോൾ ഇത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഖ്യമായിട്ടും പാകിസ്ഥാന്റെ അവാക്സ് പോലുള്ള എർലി വാർണിംഗ് റഡാർ വിമാനങ്ങളെ എതിരെയായിരിക്കും പ്രയോഗിക്കപ്പെടാൻ. അതായത് ഒരു കാരണവശാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് അവർക്ക് അറിവ് ഉണ്ടാകാതിരിക്കാൻ ആദ്യം തന്നെ അവരുടെ റഡാർ സംവിധാനങ്ങളെ തകർക്കുക എന്നൊരു ശൈലിയിലേക്ക് ഇന്ത്യ പോകും. അതിന്റെ അതിനു വേണ്ടിയിട്ടായിരിക്കും R-37 എന്നാണ് വ്യോമയാന മേഖലയിലേക്ക്. എന്തായാലും കൂടുതൽ വിവരങ്ങളുമായിട്ട് വരും ദിവസം